റോയിയുടെ ഓഫീസിൽ അങ്ങനത്തെ ബി നിലവറയുണ്ട്. ആ ബി നിലവറയിൽ ഒരു പക്ഷേ നമ്പൂതിരിയുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യങ്ങളുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ലതാമാടത്തെ റോയിയെ ഏൽപ്പിക്കുന്നത്. ലതാമാടം 101% റോയിയെ വിശ്വസിച്ചു. നമ്പൂതിരി സാർ ലതാമാടത്തിനെ വിശ്വസിച്ചു. ആ വിശ്വാസം റോയി കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമസ്ഥൻ ഡോക്ടർ റോയ് CJ ബാംഗ്ലൂരിലെ ഓഫീസിനുള്ളിൽ ആരും കാണാത്ത ഒരു മുറിയുണ്ട്. ഒരു നിലവറ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ആ നിലവറയ്ക്കുള്ളിലുണ്ട് ഡോക്ടർ റോയ് CJ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ ഇല്ലാതാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ എന്നാണ് വർഷങ്ങളായി ഡോക്ടർ റോയ് CJ അറിയാവുന്ന ഒരു വ്യക്തി ഇപ്പോൾ പറയുന്നത്. ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഉടമസ്ഥൻ നമ്പൂതിരി സാറ്, അദ്ദേഹത്തിനെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി. ഡോക്ടർ റോയ് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്പൂതിരി സാറിനെ അറിയാവുന്ന വേറൊരു ബിസിനസ്സുകാരൻ. അദ്ദേഹമാണ് ഈ സത്യങ്ങളൊക്കെ ഇപ്പോൾ പുറം ലോകത്തോട് പറയുന്നത്. ഡോക്ടർ റോയ് നമ്പൂതിരിയുടെ ജീവിതം തകർത്തു എന്നാണ് ഈ വ്യക്തി ഇപ്പോൾ പറയുന്നത്. ഇന്ന് കുറച്ചു മുമ്പ് ഒരു യൂട്യൂബറോട് ഈ വ്യക്തി സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കണ്ടു. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ അത് കണ്ടു കാണില്ല, ആ വീഡിയോ കണ്ടു കാണില്ല. കാരണം ഞാൻ ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ, ഇന്നലെയോ മിനിഞ്ഞാന്നോ വന്നൊരു വീഡിയോ ആണ്, ഞാനത് കാണുമ്പോൾ പോലും അധികം വ്യൂസ് ഇല്ല അതിന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും കണ്ടു കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തി പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കേൾപ്പിക്കും. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് ശരിക്കുള്ള ഡോക്ടർ റോയ് CJ എന്ന് പറയുന്ന വ്യക്തി, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ളിൽ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വോയിസ് ക്ലിപ്പ് കംപ്ലീറ്റ്ലി കേട്ട് കഴിയുമ്പോൾ മനസ്സിലാകും. നമുക്ക് ഇത് കേട്ടു തുടങ്ങാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. നിങ്ങൾക്ക് ഡോക്ടർ CJ റോയ് എന്ന് പറയുന്നത് ഇപ്പോഴല്ലേ? ചിരിയങ്കണ്ടത്ത് ജോസഫ് റോയ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു പണ്ട്. ഡോക്ടറായതും CJ റോയ് ആയതും നിങ്ങളൊക്കെ അറിയപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. അതിന് മുമ്പൊരു ചരിത്രമുണ്ട്, അത് നിങ്ങളിൽ പലർക്കും അറിയത്തില്ല. അതൊരു പക്ഷേ റോയിയുടെ അമ്മയ്ക്ക് മാത്രം അറിയും. അത് നിങ്ങൾ ഇപ്പോഴത്തെ ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ കരച്ചിൽ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് ബോധ്യമാവും ആരായിരുന്നു ആ അമ്മയ്ക്ക് ആ മകനെന്നും ആ മകൻ ആ അമ്മ എന്തായിരുന്നെന്നും. അതുകൊണ്ട് തന്നെയാണ് അവസാനമായിട്ട് എനിക്ക് അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ചിരിയങ്കണ്ടം ജോസഫ് റോയി ക്യാബിനിലേക്ക് പോയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ സർ. സർ, എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ കുറിച്ചാണ്. എവിടാണ് നമ്പൂതിരി സർ? പക്ഷേ റോയി ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ വരുന്നതിന് മുൻപ് എനിക്ക് നമ്പൂതിരി സാറിന് അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇന്ന് പറയുന്ന റോയിയെ റോയി ആക്കിയത് നമ്പൂതിരി സാറാണ്, ക്രിസ്റ്റൽ ഗ്രൂപ്പാണ്. ഓക്കെ സർ. എനിക്ക് ചോദിക്കാനുള്ള ഒരു ബ്ലണ്ട് ചോദ്യമാണ്. ഡോക്ടർ CJ റോയിയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ ഒരു CJ റോയിയുടെ തന്നെ ഒരു ബി നിലവറ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സാറ് എന്താണ് അതിനെക്കുറിച്ച് കമൻറ്റ് പറയാനുള്ളത്? ഞാനിന്നും വിശ്വസിക്കുന്നു റോയിയുടെ ഓഫീസിൽ അങ്ങനത്തെ ബി നിലവറയുണ്ട്. ആ ബി നിലവറയിൽ ഒരു പക്ഷേ നമ്പൂതിരിയുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യങ്ങളുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഇതെൻ്റെ ഒരു സംശയം മാത്രമാകാം. പക്ഷേ നാളെ ഒരു പക്ഷേ അത് കണ്ടുപിടിച്ചാൽ എൻ്റെ മനസ്സിൽ തോന്നിയത് അല്ലെങ്കിൽ തോന്നിപ്പിച്ചത് സത്യമായിരുന്നു. നിങ്ങൾക്ക് വർഷങ്ങളായി ഡോക്ടർ റോയ് CJ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇത് പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഒരു ബി നിലവറ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് രഹസ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു നിലവറ. ഡോക്ടർ റോയ് CJ ഞാൻ കേട്ടിട്ടില്ല എങ്ങും അദ്ദേഹം പറയുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ പറ്റി ഒരു വാക്ക് പോലും ഞാൻ കണ്ടിട്ടില്ല. പുള്ളിയുടെ വീഡിയോ അല്ലെങ്കിൽ പുള്ളി കൊടുത്ത ഇൻ്റർവ്യൂകളിലൊന്നും ഞാൻ കേട്ടിട്ടില്ല. പറയുന്നത് കേട്ടല്ലോ, രണ്ടുപേരെയും ഒരുപോലെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത്. ഡോക്ടർ റോയ് CJ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാരണക്കാരൻ നമ്പൂതിരി സാർ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഒരു റെയ്ഡിനെ പറ്റി. ഡോക്ടർ റോയ് CJ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് പുറത്താവാൻ കാരണമായ റെയ്ഡ് ഇന്നായിരുന്നു. ആ റെയ്ഡെങ്കിൽ അടുത്ത ദിവസം നമ്പൂതിരി സാർ ഡോക്ടർ റോയിയെ അവിടെ നിന്ന് പുറത്താക്കി കഴിയുമ്പോഴാണ് നമ്പൂതിരി സാർ അറിയുന്നത് പുള്ളിയുടെ ജീവിതം മാത്രമല്ല ഡോക്ടർ റോയ് CJ ഇല്ലാതാക്കിയതെന്ന്. പുള്ളിയുടെ ബിസിനസ്സും റോയ് CJ പോണ പോക്കിൽ അങ്ങ് കൊണ്ടുപോയി. എല്ലാം വിശദമായി നമുക്ക് കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക.
കമന്റ് ബോക്സിന്റെ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ പറയണം. നമുക്ക് ബാക്കി കേൾക്കാം എന്താണ് ഇദ്ദേഹത്തിന് പറയാനുള്ള ആ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന്. ഓക്കെ സർ. സർ, ലത മേഡത്തെക്കുറിച്ച് എന്താണ് സർ? സർ അവരുടെ ഫാമിലി ആയിട്ടൊക്കെ നല്ല ആത്മബന്ധമുള്ളവരാണ്. അപ്പോൾ സാറിന് അവരുടെ ഫാമിലിയിൽ എന്ത് സംഭവിച്ചിട്ടാണ് ആ ഒരു, ബിക്കോസ് CJ റോയ് സാറിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരുന്നു. ബിക്കോസ് ഞാൻ കേട്ടത് ഒരു 32-35 വയസ്സിലൊരു ഫ്ലൈറ്റൊക്കെ വാങ്ങിച്ചു. ബട്ട് അതിൻ്റെ സോഴ്സ് ഓഫ് ഫണ്ടോ ഒന്നും ആ സമയത്തൊന്നും ആരും തിരക്കിയില്ല. അപ്പോൾ വളരെ കറക്റ്റ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞ ചോദ്യം തന്നെയാണ് ഞാൻ ചോദിക്കാനുള്ളത്. ഇത്രയും നാളിലുള്ള എനിക്ക് തോന്നുന്നൊരു 50-ന് മേലെ ഇൻ്റർവ്യൂകൾ ഞാൻ കണ്ടു. എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ 36ാമത് ഒരു ഫ്ലൈറ്റ് വാങ്ങി, ഇത്ര റോൾസ് റോയ്സ്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ചോദിക്കുന്നുണ്ടോ സോഴ്സ് ഓഫ് ഫണ്ട്? ഇപ്പം നിങ്ങളിപ്പം IT കാരനാവണ്ട, ED കാരനാവണ്ട, ആരാണെങ്കിലും ഒരാൾ ഈവൻ ഒരു സൈക്കിള് വാങ്ങിച്ചാൽ, എൻ്റെ വരുമാനം 100 രൂപയാണെങ്കിൽ 1000 രൂപ കൊടുത്തൊരു സൈക്കിൾ വാങ്ങണമെങ്കിൽ അതിൻ്റെ ഫണ്ട് എവിടെ നിന്ന് വന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത ഇൻ്റർവ്യൂ ചെയ്യുന്ന ആരാണെങ്കിലും ഉണ്ടാവും. എക്സാക്ട്ലി സർ. ആണല്ലോ. അത് നിങ്ങൾ ആരും ചോദിച്ചു, താങ്കളെ എനിക്കറിയില്ല, പക്ഷേ ഒരാൾ പോലും ചോദിച്ചായിട്ട് ഞാൻ കേട്ടില്ല. പിന്നെ ലതാ മാഡത്തിൻ്റെ ബന്ധം നിങ്ങൾ ചോദിച്ചു, ഒരു നേരമെങ്കിലും ആ കൈകൊണ്ട് ഭക്ഷണം കഴിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇന്ന് കേൾക്കുന്ന സർജാപൂർ എന്ന് പറഞ്ഞ ബാംഗ്ലൂരിലെ സർജാപൂരല്ല 2006 ഉള്ള സർജാപൂർ. ഒരുപക്ഷെ നിങ്ങളൊക്കെ ഭയക്കും. ഒരു രാത്രിയിൽ 5 മണി കഴിഞ്ഞാൽ ആ റോഡിൽ കൂടി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു സർജാപൂരായിരുന്നു. കേട്ടിട്ടുണ്ട് സർ. അത്ര വിജനമാണ്. കേട്ടിട്ടുണ്ട്. അന്നും പക്ഷേ ക്രിസ്റ്റൽ നമ്പൂതിരിക്ക് അവിടെ ഒരു സമുച്ചയമുണ്ട്, ഫ്ലാറ്റ് സമുച്ചയമുണ്ട്. അന്ന് റോയി ക്രിസ്റ്റലുമായിട്ട് യാതൊരു ബന്ധവുമില്ല സർ. അപ്പോൾ ഈ ദുബായിലും ഇവിടെയും ഇന്ത്യയിലും ബാംഗ്ലൂരും ഈ ഇത്രയും ഡെപ്റ്റ് ഇല്ലാത്തൊരു കമ്പനിയാണെന്ന് പറയുന്നു എല്ലാവരുടെ അടുത്ത്. ഈ ഇടയ്ക്കുള്ള കുറേ പരിപാടികളിലൊക്കെ കണ്ടു ഞങ്ങൾക്ക് ഒരു ഡെപ്റ്റ് ഇല്ലെന്ന്. പക്ഷേ സാറിൻ്റെ എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അദ്ദേഹം അതിനെപ്പറ്റി പറയാൻ പോകുന്ന അഭിപ്രായം ഞാൻ കേൾപ്പിക്കാം. അതിനു മുമ്പ് നന്നായിട്ട് ഡോക്ടർ റോയ് CJ അറിയാവുന്ന ഒരു വ്യക്തിയാണേ, നമുക്ക് കേൾക്കാം. അതിനു മുമ്പായിട്ട് ഞാനും ഒരു ഇൻ്റർവ്യൂവിലും ഞാൻ കണ്ടിട്ടില്ല എവിടുന്നാണ് അദ്ദേഹം പൊങ്ങി വന്നത്, എവിടുന്നാണ്, വാട്ട് വാസ് ഹിസ് സ്റ്റാർട്ടിങ് പോയിന്റ്, എവിടെയായിരുന്നു അത് എന്നുള്ള കാര്യം ഇങ്ങും ഞാൻ കേട്ടിട്ടില്ല. 36ാം വയസ്സിൽ ഫ്ലൈറ്റ് മേടിച്ച, 32 അല്ല 36ാം വയസ്സിൽ ഫ്ലൈറ്റ് മേടിച്ചതിനെ പറ്റിയൊക്കെ വാചാലനായി അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എവിടുന്നായിരുന്നു നിങ്ങൾ തുടങ്ങിയത് എന്ന് ഒരു ഇൻ്റർവ്യൂവറും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോൾ കാണുമായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അദ്ദേഹം ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പുറത്തൊക്കെ ആയിരുന്നു പഠനം, അതിനുശേഷം വന്ന് ബിസിനസ്സിലോട്ട് അങ്ങോട്ട് കയറി അങ്ങോട്ട് ഹെവി മനുഷ്യനായി എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും സ്വത്തുക്കൾ വെച്ച് തുടങ്ങിയതാണോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ, കോടികൾ അവിടെ കോടികൾ ഇവിടെ, ഡെപ്റ്റ് ഇല്ലാത്ത മനുഷ്യനാണ്, കടങ്ങൾ, അത് ഇത്, കാറുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എവിടുന്നായിരുന്നു, വാട്ട് വാസ് ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, അല്ലെങ്കിൽ വേർ വാസ് ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതൊന്നും നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം വരാൻ തുടങ്ങി പല കഥകൾ. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് തുടങ്ങിയതേ ഉള്ളൂ പറയാൻ, നമുക്ക് ബാക്കി കേൾക്കാം. യു ആർ ഓൾസോ എ ബിസിനസ്മാൻ, അതുകൊണ്ട് ഞാൻ സാറിനോട് ചോദിക്കുവാണ്. ജേക്കബേ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് ഇന്ത്യ പോലൊരു രാജ്യത്ത് ഡെപ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ കറക്റ്റ് ടാക്സ് പേ ചെയ്തിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈവൻ UAE പറ്റില്ല. പറ്റത്തില്ല. UAE അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് UAE ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ബിസിനസ് പരമായിട്ടും പല രീതിയിലും. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, UAE പറ്റില്ല സർ. അപ്പോൾ പിന്നെ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് 0 ഡെപ്റ്റ് എന്നുള്ള അവിടെ നിൽക്കട്ടെ, കറക്റ്റായിട്ട് ടാക്സ് പേ ചെയ്ത ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ അനുഭവം. ഞാൻ പറയുന്നത്, നിങ്ങളതിന് ഏത് രീതിയിൽ വേണമെങ്കിലും. കേട്ടല്ലോ നിങ്ങളത്. നമ്മൾ ഇതിന് മുമ്പ് ചർച്ച ചെയ്തൊരു വിഷയമാണത്. ഞാൻ പലതവണ പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. പ്രോപ്പറായിട്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആരും ഇല്ലടേ, പ്രത്യേകിച്ച് ഈ കോടീശ്വരന്മാർ. പ്രോപ്പറായിട്ട് അവർക്ക് ഇവിടെ എന്തിന് UAE പുറത്തൊക്കെ ബിസിനസ് ഉള്ള ഒരു വ്യക്തിയാണ് സംസാരിക്കുന്നത്. അവിടെ പോലും പറ്റുന്നില്ല, പിന്നെയാണോ ഇന്ത്യയിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പോലും വളരെ ഓപ്പണായിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ പോലും ടാക്സിലൊക്കെ വെട്ടിപ്പ് എല്ലാവരും ചെയ്യുന്നുണ്ട്, ചെയ്യാത്ത കാര്യമൊന്നുമല്ല. അത് ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥർക്കും അറിയാം. കാരണം ഇവിടെ പലരുടെ അണ്ണാക്കിലിട്ട് തള്ളിക്കൊടുത്താലേ ഇവിടെ കച്ചവടം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ബിസിനസ്സുകാരെ മാത്രം കുറ്റം പറയുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ബാക്കി കേൾക്കാം.
വ്യാഖ്യാനിക്കാം, എന്നെ എങ്ങനെ വേണേലും അസസ് ചെയ്യാം. ഞാൻ അതിനൊന്നും ഇപ്പം ഞാൻ മാർക്കിടുന്നില്ല, നിങ്ങൾക്ക് ഞാൻ മാർക്കിടുന്നില്ല. നിങ്ങളോ എൻ്റെ വ്യൂവേഴ്സോ അത് കണ്ട് മനസ്സിലാക്കാം. സർ, ഒരു സുപ്രധാന ചോദ്യം. സാറിന് എന്താണ് തോന്നുന്നത്? ഈസ് ഇറ്റ് ഓർ എ മർഡർ? മെൻ്റൽ പ്രഷർ കാരണം ഉണ്ടായതാണോ? എന്തായിരിക്കും സാറിൻ്റെ ഒരു കണക്കൂട്ടൽ? ബിക്കോസ് വേറെയും കുറേ റൂമേഴ്സ് ഉണ്ട്, ഈ ബ്രാഹ്മണ ശാപം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഐ ജസ്റ്റ് വാണ്ട് ടു നോ വാട്ട് ഈസ് യുവർ അസംഷൻ ഓർ വാട്ട് ഈസ് യുവർ പ്രഡിക്ഷൻ ഓൺ ദിസ്? അത് ഞാനൊരു ഹാഫ് പോർഷനിൽ പറയുകയാണ്. ഇപ്പം താങ്കൾ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് തന്നെ ഞാൻ വരാം. 50% അതിന് സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഏതിനാണ് സർ? ഈ പറഞ്ഞ ബ്രാഹ്മണ ശാപം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇന്ന് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ സർജാപൂരിൽ അന്ന് ക്രിസ്റ്റലിന് ഈ ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടായ സമയത്ത് റോയി എന്ന് ക്രിസ്റ്റലിൻ്റെ ആരുമല്ല. കുറച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് സർ. കറക്റ്റ് സർ. അതിനുശേഷമാണ് ഇദ്ദേഹം അവിടെ വരുന്നതും അവിടെ ജോയിൻ ചെയ്യുന്നതും. പിന്നെ പുള്ളിയുടെ ലക്കായിരിക്കാം, കഴിവായിരിക്കാം, അദ്ദേഹം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, കാരണം ടോയ്ലറ്റ് പക്കാടിൽ നിന്ന് HPന്ന് റിസൈൻ ചെയ്തിട്ട് അദ്ദേഹം വന്ന് ജോയിൻ ചെയ്യുന്നു. ഈ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കൂടെ കുറച്ച് ടീം ഉണ്ടായിരുന്നു. പക്ഷേ നമ്പൂതിരി സാറിൻ്റെ കഴിവുകേടോ എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അദ്ദേഹം വന്ന് 101% വിശ്വസിച്ചിട്ടാണ് റോയിയെ ഒരു കാര്യം ഏൽപ്പിക്കുന്നത്. ആ ഏൽപ്പിച്ച കാര്യം റോയി ഭംഗിയായിട്ട്, ഒരുപക്ഷെ നമ്പൂതിരി സാർ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്തു. മാത്രമല്ല, അന്ന് നമ്പൂതിരി സാറിനേക്കാളും കൂടുതൽ ഇതിനകത്ത് ശ്രദ്ധിക്കുന്നത് ലതാമാടമായിരുന്നു, അദ്ദേഹത്തിൻ്റെ വൈഫ്. നിങ്ങൾക്ക് അങ്ങനെ പറയുമ്പോൾ ലതാ നമ്പൂതിരി എന്നാണ് ഇപ്പോൾ പേര് പറയുന്നത്. ലതാമാടമായിരുന്നു കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സാറ് സൈൻ ചെയ്യുക എന്നുള്ളതല്ലാതെ ആ ഒരു അവസ്ഥ മുതലെടുത്തുകൊണ്ട് അന്ന് സർജാപൂരിലെ കണ്ണായ സ്ഥലങ്ങൾ ഇന്നത്തത്, അന്ന് ഒരു മനുഷ്യനും വേണ്ടാതെ കിടന്ന സ്ഥലങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു സ്ക്വയർ ഫീറ്റിനൊക്കെ 20 രൂപയുള്ളൂ ഒരു സ്ക്വയർ ഫീറ്റിന്. ഇന്ന് ആ 20 രൂപയുടെ സ്ഥാനത്ത് 2 ലക്ഷം രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് വേണം. ആ ലെവലിലേക്ക് കാര്യങ്ങളെത്തി. ഞാൻ ഈ ഇടയ്ക്ക് വിസിറ്റ് ചെയ്തിരുന്നു. പക്ഷേ നിങ്ങൾ ഇന്നും ശ്രദ്ധിച്ചോളൂ, 2006 അന്നും ക്രിസ്റ്റലിൻ്റെ ഒരു ഫ്ലാറ്റ് അവിടെ ഉണ്ട്. ബാക്കി ഞാൻ കേൾപ്പിക്കാമേ. അദ്ദേഹം ഈ പറഞ്ഞതിനകത്ത് എനിക്കൊരു സംശയമുണ്ട്. അത് വേറൊന്നുമല്ല, കേട്ടല്ലോ നിങ്ങൾ. ഡോക്ടർ റോയിയുടെ പേരിലെ ആ ഒരു സർജാപൂർ എപ്പോഴും പറയുന്ന മറ്റേ 6000 രൂപ ഉണ്ടായിരുന്നുള്ള അന്ന് ഞാൻ മേടിച്ചപ്പോൾ, ഇപ്പോൾ അതിന് ലക്ഷങ്ങളാണെന്ന് പറയുന്ന സ്ഥലം. അത് നമ്പൂതിരി സാറിനെ പറ്റി പറയുമ്പോൾ പറയുന്നതാണ്. ആ ഒരു ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ ഭൂരിഭാഗം കാര്യങ്ങളും നോക്കി തരുന്നത് ലതാ മാഡം ആയിരുന്നു. സോ ലതാ മാഡം ഒപ്പിടാൻ പറയുന്നിടത്ത് അങ്ങ് ഒപ്പിട്ട് കൊടുക്കുമായിരുന്നു നമ്പൂതിരി സാറ്. വിശ്വാസം, ഭാര്യയല്ലേ. അങ്ങനെ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാൻ നിൽക്കരുതേ. അന്നത്തെ ഇങ്ങനെ. അപ്പൊ ഇന്നത്തെ കാലത്ത് എന്തായിരിക്കും? ഭാര്യ തന്നെ അറിഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഡോക്ടർ റോയ് CJക്ക് വേണ്ടി അങ്ങനെ ചെയ്തത്. പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം തന്നെ കുറച്ച് കഴിയുമ്പോൾ മറ്റേ റിസോർട്ടിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ആ ഒരു റെയ്ഡിനെ പറ്റിയിട്ട് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. കേൾപ്പിക്കാം ഞാൻ നിങ്ങളെ. എൻ്റെ സംശയം വളരെ നേരത്തെ തന്നെ ലതാ മാഡത്തിനും ഡോക്ടർ റോയ് CJക്കും എന്തോ ഒരു കണക്ഷൻ, സംതിങ്, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. അതിൻ്റെ പേരിൽ, വെറും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഇത്രയും സ്ഥലം സ്വന്തം ഭർത്താവിനെ കൊണ്ട് ഡോക്ടർ റോയ് CJയുടെ പേരിലേക്ക്, ദൈവത്തിന് മാത്രം അറിയാം അതിൻ്റെ സത്യാവസ്ഥ, നമുക്കറിയില്ല. പക്ഷേ ആ കഥ കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് എൻ്റെ തലയിൽ വന്നു. അപ്പോൾ ഭാര്യ അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെ അങ്ങോട്ട് വലിപ്പിച്ച് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തത് ആ സ്ഥലം എന്നുള്ളൊരു സംശയം. ബാക്കി കേൾക്കാം. കറക്റ്റ് സർ. ആ സ്ഥലം വാങ്ങിയതിനകത്ത് റോയി കുറേ കളിച്ചിട്ടുണ്ട്, അതിനകത്ത് സംശയമൊന്നും വേണ്ട. സാറും ഈ റൂമറിൽ വിശ്വസിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കർമ്മ എന്തായാലും തിരിച്ചു വരുമെന്നാണോ സാർ, അതിലാണോ സാർ വിശ്വസിക്കുന്നത്? അല്ല, റൂമറെന്ന് ഞാൻ പറയില്ല. കാരണം അന്ന് അത്രയും വിശ്വസ്തനായ ഒരാളിനെ, നമ്മളൊരാളിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ക്വാളിറ്റിയാണ്. ഞാൻ ചിന്തിക്കുന്നത് എന്നെപ്പോലാണ് താങ്കളെന്ന് ഞാൻ ചിന്തിക്കും. അപ്പോൾ താങ്കൾക്ക് ഞാൻ ആ അവസരം, ഞാൻ സൈൻ ചെയ്യേണ്ട പോയിന്റ് പോലും താങ്കളെ ഏൽപ്പിക്കും. പക്ഷേ താങ്കൾ എന്നെ ചതിക്കുകയാണെന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടാവില്ല. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പോയി സ്ഥലം വാങ്ങുന്നു. ഈ സ്ഥലം വാങ്ങിയതെല്ലാം ക്രിസ്റ്റലിൻ്റെ പേരിലോ നമ്പൂതിരിയുടെ പേരിലോ ലതയുടെ പേരിലോ ആയിരുന്നില്ല. ഇതെല്ലാം ബിനാമി പേരുകളിലായിരുന്നു. ടാക്സ് ഇൻവേഷന് വേണ്ടിയിട്ട് ആയിരിക്കാം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ സോറി ടു ബ്രേക്ക് യു ഇൻ ബിറ്റ്വീൻ, നമ്പൂതിരി സാർ കൂടുതലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വെളിയിലോട്ട് അങ്ങനെ കൂടുതൽ പബ്ലിസിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂസൊക്കെ ഞാൻ വളരെ വിരളമായിട്ടേ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. കൂടുതലും ഒന്നീ ലതാ മാഡം ആയിരിക്കാം അന്നത്തെ കാലത്താണെങ്കിലും, അല്ലെങ്കിൽ ഡോക്ടർ CJ റോയ് ആയിരിക്കാം. നമ്പൂതിരി സാർ എപ്പോഴും
എപ്പോഴും ബാക്കിലായിരുന്നു. അതുകൊണ്ടായിരിക്കുമോ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നതെന്ന് തോന്നുന്നു? അതുകൊണ്ട് അത് ഞാൻ പറയാം, താങ്കൾ ഇപ്പോൾ ഒരു ക്രിസ്ത്യനാണ്, ഞാനൊരു ജാതി പറയാൻ തോന്നണ്ട, ഒരു റിലിജിയൻ പറഞ്ഞെന്ന് തോന്നരുത്. പൊതുവിൽ നമ്മുടെ നമ്പൂതിരി കാറ്റഗറിയിലുള്ള ആൾക്കാർ എപ്പോഴും വളരെ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. കാരണം നമ്പൂതിരി സാറിനെ എനിക്ക് അറിയാവുന്നത് ബാംഗ്ലൂരിലെ ചൊക്കസാന്ദ്ര എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ ഗല്ലി ടൈപ്പ് ഒരു ഏരിയയിലാണ്. അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിങ് ചൊക്കസാന്ദ്ര എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ, ഇന്ന് പൂനെ റോഡിലെ വലിയ സ്ഥലമാണ്. അവിടെ നിന്ന് തുടങ്ങിയ നമ്പൂതിരി സാറിന്റെ ഒരു ലൈഫ് വെച്ച് നോക്കുമ്പം അദ്ദേഹം ഒരു മൂടി ക്യാരക്ടറാണ്. പക്ഷെ ലതാമാടതല്ല. ലതാമാടൻ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, കുറച്ചുകൂടി ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നിങ്ങൾ പല സ്റ്റേജുകളിൽ കണ്ടാൽ മനസ്സിലാവും. നമ്പൂതിരി സാർ 2 വാക്ക് പറഞ്ഞിട്ട് പോകുന്ന ഒരു സ്ഥലത്ത് ലതാമാടൻ നന്നായിട്ട് പ്രസംഗിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളിലെല്ലാം ലതാമാടത്തെ റോയിയെ ഏൽപ്പിക്കുന്നത്. ലതാമാടം 101% റോയിയെ വിശ്വസിച്ചു, നമ്പൂതിരി സാർ ലതാമാടത്തിനെ വിശ്വസിച്ചു. ആ വിശ്വാസം റോയി. ഞാൻ അവിടെ ഒന്ന് സാറിന് സോറി ടു സ്റ്റോപ്പ് യു. ബാക്കി ഞാൻ കേൾപ്പിക്കാം. ഇനിയാണ് മെയിനായിട്ടുള്ള പോയിന്റ്, കേൾപ്പിക്കാം. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം കേട്ടല്ലോ, നമ്പൂതിരി സാറ് ഭാര്യയെ വിശ്വസിച്ചു, ലതയെ. ലത വിശ്വസിച്ചതോ ഡോക്ടർ റോയിയെ. ഡോക്ടർ റോയ് ആണെങ്കിലോ നല്ല രീതിയിൽ അങ്ങ് വലിപ്പിച്ചു. വേറൊരു സൈഡും കൂടെ വേറൊരു ആംഗിളിലൂടെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അതായത് ചിലപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കാം നമ്പൂതിരി സാറ് ലതാ മാം കാണിക്കുന്ന എല്ലാ പേപ്പറിലും അങ്ങ് ഒപ്പിട്ട് കൊടുത്തിരുന്നത്. ലതാ മാം ഡോക്ടറിനെ, അതായത് ഡോക്ടർ റോയ് CJ വിശ്വസിച്ച് ഒപ്പിടിപ്പിച്ച് മേടിച്ചങ്ങ് കൊടുത്തു. പക്ഷെ അവസാനം നോക്കുമ്പോൾ കമ്പനിയുടെ 35% മാത്രമല്ല, മെയിനായിട്ടുള്ള ഇന്ന് അദ്ദേഹം പറയുന്ന കോടികൾ ലക്ഷങ്ങൾ വില വരുന്ന ആ സ്ഥലം, അതും കൊണ്ടുപോയി ഒറ്റടിക്ക്. ആ സ്ഥലം പോയ കാര്യം നമ്പൂതിരി സാർ അറിയുന്നത് ഡോക്ടർ റോയ് CJ എന്ന് പിരിച്ചുവിട്ടോ അതിനടുത്ത ദിവസമാണ് അറിയുന്നത്. ആ സ്ഥലം പോലും ഞങ്ങളുടെ പേരിലല്ല എന്നുള്ളൊരു കാര്യം. ഇനി അതിനെപ്പറ്റിയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. വേറെയും കുറെ റൂമർ ഞാൻ കേട്ടു, ഞാൻ അതിനെ ഒബ്ജക്റ്റിഫൈ ചെയ്യുമല്ല. ലതാ മാഡവും റോയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നും ഒരു ചെറിയ റൂമർ ഞാൻ കുറേ വീഡിയോസിലൊക്കെ കേട്ടു. അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? അതിന് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. ഇവർക്കൊരു റിസോർട്ട് ഉണ്ടായത്, റിസോർട്ടിൽ ക്ലബ് ഹൗസും അതൊക്കെ 3rd ലൈനിലേക്ക് വരുമ്പോഴാണ് ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് റോയിയുടെ ഐഡിയ ആയിരുന്നു. അത് നല്ല ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, ഒരു ഒഫീഷ്യൽ റെയ്ഡ് ഉണ്ടാകുന്ന സമയത്ത്, ഞാനത് പറയുന്നില്ല, അത് ആ റെയ്ഡിൽ സാർ അവിടെ ഇവിടെ തൊടാതെ എന്ന് പറഞ്ഞാലും ഒരു സസ്പീഷ്യസ് ഇഷ്യൂ ഉണ്ടാവുന്നു. അത് നമ്പൂതിരി സാറിന്റെ കഴിവാകാം, അല്ലെങ്കിൽ നമ്പൂതിരി സാറിന്റെ അന്നത്തെ ബന്ധങ്ങളാകാം ബാംഗ്ലൂരിലെ. കാരണം ബാംഗ്ലൂരിൽ കേരളം പോലെ അല്ല. ബാംഗ്ലൂരിലെ പൊളിറ്റീഷ്യൻസും റിയൽ എസ്റ്റേറ്റുകാരും ഒഫീഷ്യൽസും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ബന്ധമല്ല, അത് എല്ലാം ഫൈനാൻഷ്യൽ ബന്ധങ്ങളാണ്. ആ ബന്ധത്തിന്റെ ബേസിൽ ആ കേസ് അന്ന് അവിടെ ഡിസോൾവ് ചെയ്യുകയും, പക്ഷേ ദ നെക്സ്റ്റ് ഡേ ഈ സസ്പെൻഡ് ഫ്രം ദാറ്റ് ക്രിസ്റ്റൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പം അന്നോട്ട് പിന്നെ ആള് ക്രിസ്റ്റൽ ഗ്രൂപ്പിലില്ല. The next day. Okay. Not same day, the next day. Okay. He is not a part of Crystal Group. Okay. പക്ഷേ അതിനുള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നു, അത് അത്രയും സമയത്തിനുള്ളിൽ തന്നെ ഡോക്ടർ CJ റോയ് അദ്ദേഹത്തിന്റെ ഒരു സാമ്രാജ്യം ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. മുമ്പ് തന്നെ ബിൽഡ് ചെയ്തു. ഓക്കെ. കൂടുതൽ ഇനി കേൾപ്പിക്കണ്ടല്ലോ. ഡോക്ടർ റോയ് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്ക് വേണ്ടതെല്ലാം പുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഡോക്ടർ റോയിയുടെ സ്റ്റാർട്ട് ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ എൻഡിലായിരുന്നു. ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് അവസാനിച്ചു, അന്ന് ഡോക്ടർ റോയ് തുടങ്ങി അദ്ദേഹത്തിൻ്റെ യാത്ര. ഞാനല്ല ഇത് പറയുന്നത്, നമ്പൂതിരി സാറിനെയും ഡോക്ടർ റോയിയെയും വളരെ നന്നായിട്ട് അറിയാവുന്ന അവരുടെ ഒരു സുഹൃത്ത്, അദ്ദേഹമാണ് ഈ കഥകളെല്ലാം പറയുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഒരുത്തൻ വേറൊരുത്തനെ വലിപ്പിച്ചു, ഇപ്പം ഇവനെ വേറെ ആരെങ്കിലും വലിപ്പിച്ചതാണോ എന്നറിയത്തില്ല, എന്താണെങ്കിലും പോയി ചേർന്നു, മരിച്ച് തലയ്ക്ക് മേളിലാണ്. പക്ഷെ ഇപ്പോൾ അറിയുന്ന കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇത്രയും നാളും കേട്ടുകൊണ്ടിരുന്ന ആ ഒരു ഗുഡ് ബോയ് ഇമേജ് അതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ കുറേ കഥകൾ ദാ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആരെയും ഡിഫേം ചെയ്യാനോ അതൊന്നും അല്ല എൻ്റെ ഉദ്ദേശം. നമ്മുടെ വാക്കുകൊണ്ട് ഒരിക്കലും അയാൾ ഇത്ര മോശക്കാരനാണെന്ന് പറയാൻ ആളല്ല. കാരണം എനിക്ക് പേഴ്സണലി അദ്ദേഹത്തെ അറിയില്ല. പക്ഷേ അദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.